ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം. ഞാൻ അമ്പലത്തിൽ പോവുക, അപ്പം ഇവിടെ ഉത്സവം നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു അമ്പലത്തിൽ പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്, ഞാൻ അതുപോലെ തലയിൽ കെട്ടിയേക്കുക. നമുക്ക് ഫേസ് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, നമ്മൾ ഫേസ് നന്നായിട്ട് പ്രിപ്പയർ എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷനൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബേസ് എന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിവെൻസ എന്ന് പറയുന്ന ഒരു, ആക്ച്വലി ഇതൊരു ആക്നെക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു ക്രീമാണ്. പക്ഷേ നമുക്കത് എന്താ പറയുക, എൻ്റെ സ്കിന്നിന് ഇത് പെർഫെക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കതൊരു നല്ലൊരു ബേസും കിട്ടും, എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിപ് ബാം എടുക്കാം. ഇത് നൈക്കയുടെ ഒരു ലിപ് ടിൻ്റാണ്, നല്ലൊരു ലിപ് ടിൻ്റാണ്. ഓൾമോസ്റ്റ് തീർന്നു. നല്ലൊരു ലിപ് ടിൻ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മേക്കപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ വേറെ പ്രൈമറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് നമുക്ക് കൺസീലർ എടുക്കാം. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലറാണ്. ഇതെനിക്ക് പെർഫെക്റ്റാണ്. ഷെയ്ഡ് 35 ആണ് വരുന്നത്. എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ്. എൻ്റെ ഷെയ്ഡ് കിട്ടാൻ ഭയങ്കര പാടാണ്, പക്ഷേ ഇത് പെർഫെക്റ്റാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. ഇത് നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതിപ്പോൾ കൺസീലറിൻ്റെ കൂടെ ഒരു നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കൺസീലർ മാത്രം ഇട്ടെങ്കിൽ ഞാൻ കൂടുതലും കൺസീലർ യൂസ് ചെയ്യുന്നത് എൻ്റെ ഐയുടെ പാർട്ടിലാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്കും ഇട്ട് കൊടുക്കും. ആക്ച്വലി നമുക്ക് ഏറ്റവും നല്ല പാർട്ട് കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒന്ന് അമക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനൊരു ബ്രഷ് വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ ഒരുപാടൊന്ന് ഓവർ അമ്പലത്തിൽ പോകല്ലേ. അപ്പോൾ നമുക്കങ്ങ് ഒരു ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന ഒരു ഇത് മാത്രം മതി. അപ്പോൾ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫേസിനൊരു വ്യത്യാസം വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ കൊടുക്കാം. ഞാനിത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 50 ആണ്. മോക്ക എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ആക്ച്വലി ഇതും എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടാറില്ല, പക്ഷേ ഇതെനിക്ക് കറക്റ്റാണ്. അപ്പം ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മുടെ പർപ്പസ് എന്താണോ അത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഈ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് ഭയങ്കരമായി ഞാൻ എൻ്റെ ഫേസ് ഇതാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഞാൻ കുഞ്ഞു എൻ്റെതായ രീതിയിലുള്ള മേക്കപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു മൊത്തത്തിലുള്ളൊരു ഓവറോൾ മേക്കപ്പ്. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സോറി, എൻ്റെ ക്യാമറ ഇത് മാറിപ്പോയിട്ടുണ്ടാവും. അത് ഞാനിങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് ഐബ്രോസ് ചെയ്ത് കൊടുക്കണം. ആദ്യം നല്ല വൃത്തിക്ക് ഐബ്രോ ഒന്ന് കോംപ് ചെയ്ത് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് കോംപ് ചെയ്ത് വിടുക. അപ്പോൾ എനിക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അപ്പം ഞാൻ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. 3 ഷെയ്ഡുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പക്ഷെ എനിക്ക് കൂടുതലും എന്താ പറയുക, ഓവറായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയരുത് എന്നുള്ളൊരു കൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് നടക്കും. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിൽ ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോയും ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, ഏറ്റവും ഫിംഗറാണ് അത്. ഇത് സ്വിഷ് ബ്യൂട്ടിയുടെ ആണ്. അപ്പം അത് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഈ കളർ യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എനിക്കൊരു അവിടെ ഒരു എന്താ പറയുക, ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ണെഴുതാം. പക്ഷേ ഞാൻ കണ്ണെഴുതുന്നില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അതും ഷുഗറിൻ്റെ മസ്കാരയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കും. നിങ്ങൾ ഈ ബ്രഷിൻ്റെ ഇത് കാണണ്ട, എൻ്റെ കയ്യിൽ നിന്ന് തറയെ വീണതാ. ഇത് നല്ലൊരു മസ്കാരയാണ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കും. അപ്പം ഒരു ഫിനിഷിങ് കിട്ടും. ഇതാണുള്ളത്. ഇതാണ് ആക്ച്വലി എൻ്റെ ലുക്ക്. ഇനി ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി ആക്സസറീസും ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെയ്ബെല്ലിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. ഇതെനിക്ക് കറക്റ്റ് മാച്ചാണ്. ഇതിൻ്റെ ഷെയ്ഡിന് ഇത് മാഞ്ഞു പോയി. ഒരുപാടൊന്നുമില്ല, ഇങ്ങനൊന്ന് ഇതാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു ഫിനിഷിങ് എന്ന പോലൊരു ഇത് കിട്ടി. ഇനി നമുക്ക് ഇതാണ്. ഇനി നമുക്ക് ഇത് പെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ കുഞ്ഞു ജിമിക്ക എൻ്റെ കൂടെ ചേരുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇതൊന്ന് പെയർ ചെയ്തെടുക്കാം. രണ്ടും കൊള്ളാം. നമുക്ക് എന്തായാലും ഇത് എടുക്കാം. ഇട്ട് കൊടുത്തു. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഈ ഒരു ഷെയ്ഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. കുഞ്ഞു പൊട്ടാണ് വയ്ക്കുന്നത്. വലിയ പൊട്ട ഞാൻ വയ്ക്കത്തില്ല, കുഞ്ഞു പൊട്ടാണ് വയ്ക്കുന്നത്. ഇതാണ്. നമുക്ക് എന്താ പറയുന്നത്, വാച്ചിട്ട് കൊടുക്കാം. വാച്ചിട്ട് കൊടുത്തു. ഈ കയ്യിൽ ഈ ഒരു പാളിൻ്റെ ഒരു ഇതാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കാം. ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, കൊടുത്തു. നമുക്ക് മുടി വെട്ടി കൊടുക്കാം. ആക്ച്വലി എൻ്റെ കെട്ടാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇതായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ മുടി ഒന്ന് കോംബ് ചെയ്തെടുക്കാൻ. നല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ മുടി കോംബ് ചെയ്തെടുക്കാൻ.
ഞാൻ മുടി കോംബ് ചെയ്തിട്ട് വരാവേ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു അമ്പലത്തിൽ പോകുന്ന ലുക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്